പുതുതായി വന്ന കുട്ടിയെ പരിചയപ്പെട്ടോ? നല്ല പയ്യനാ. അണ്ണാച്ചി ആയിരുന്നാലും അവനൊരു മോഹവല്ലി. എന്ന് വെച്ചാൽ അണ്ണാച്ചി ആയാലും അവനൊരു നല്ല പയ്യനാണെന്ന്. ശരിയോ? അണ്ണാച്ചി ആയതിന്റെ ഒരു അഹങ്കാരവും ഇല്ല. ഹരി എന്നാ എല്ലാവരും അവനെ വിളിക്കുന്നത് അല്ലേ? അതെ അതെ. അല്ല, അവൻ നിന്റെ അടുത്തല്ലേ ഇരിക്കുന്നത്. നിന്റെ വികൃതി തരങ്ങളൊന്നും അവനെ പഠിപ്പിക്കണ്ട. നീ നോക്കിക്കോ, എന്റെ അടുത്തിരുന്നത് കൊണ്ട് മാത്രം അവനൊരു മിടുക്കൻ കുട്ടിയാന്നത് കണ്ടോ? പാവം അണ്ണാച്ചി, അവന്റെ കാര്യം പോക്കാ. ഹലോ ടിൻഡോ, നീയാണല്ലേ എന്റെ പക്കത്തിരിക്കുന്നത്? ആമാ, അത് ഞാൻ താൻ ഉങ്ക പക്കത്ത് ഉക്കാര പോറതുങ്ക. ഇപ്പൊ പവിത്ര മാഷിയുടെ ഇംഗ്ലീഷ് ക്ലാസ്സാ. മാഷ് ரொம்ப നല്ല രസികർ. തമിഴ് വേണ്ട അല്ലേ? മാഷിന്റെ ക്ലാസ് സൂപ്പറാണെന്ന്. മാഷിപ്പോ വരും. கடவுளே, ഇംഗ്ലീഷിലെന്ന് കേട്ടാലേ എനിക്ക് ഭയം ഇருக்கு. കവലപ്പെടാ, അല്ല ഭയപ്പെടേണ്ട. മാഷൊരു പാവം. ടിൻഡു, ഞാൻ ഇന്നലെ എടുത്ത ഇംഗ്ലീഷ് പരീക്ഷയിൽ പശുവിനെ കുറിച്ച് 5 വാചകം എഴുതാൻ പറഞ്ഞിട്ട് നീ എന്താണ് എഴുതി വെച്ചത്? ഉത്തരം. അതെനിക്കറിയാം. എടാ, കഴിഞ്ഞ കൊല്ലം 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴേ നീ എഴുതിയ അതേ വാചകങ്ങളാണല്ലോടാ ഇക്കൊല്ലവും. ഞാൻ എന്ത് ചെയ്യാനാ? ആ പശു ചത്തില്ല മാഷേ. ഇക്കൊല്ലം അത് തന്നെയാ ഞങ്ങളുടെ പശു. അപ്പോ അത് തന്നെയല്ലേ എഴുതാൻ പറ്റൂ. നിർത്തടാ നിന്റെ ഒരു ചിരി. ഈ ടിൻഡുമോനോടെ കളി. എന്തിനും ഉത്തരം റെഡി. ഓ, ഒരു ടിൻഡുമോൻ. നിനക്ക് നീ ടിൻഡുമോനാണെന്നൊരു അഹങ്കാരം ഉണ്ടല്ലേ? നിന്റെ പേരിൽ ഓരോ പൊട്ട മെസ്സേജൊക്കെ ഉള്ളതുകൊണ്ടാണോ ഇത്ര അഹങ്കാരം? എന്നാ നാളെ വരുമ്പോ നിന്റെ പേര് ഒരു 50 തവണ എഴുതിയിട്ട് ക്ലാസ് കയറിയാ മതി. ഓ, ഒരു ചിരിവീരൻ. നീയും നിന്റെ പേര് 50 പ്രാവശ്യം എഴുതി കാണിച്ച് കേറിയാ മതി. கடவுளே, പാവം പയ്യന്റെ ബോധം പോയി. എന്ത് അതിക്രമമോ മാഷേ അവനോട് ചെയ്തത്. ഞാൻ പേര് എങ്ങനെയെങ്കിലും ഒക്കെ എഴുതാം, അത് പോട്ടെ. അവന്റെ കാര്യം അങ്ങനാണോ? പേരിനെന്താടാ കുഴപ്പം? ഹരി എന്നല്ലേ? അത് വിളിപ്പേര്. ശരിക്കും പേര് കേൾക്കണോ? ഇത് 50 തവണ എഴുതിയാലേ അവന്റെ കാറ്റ് പോവും. ഇതാ കേട്ടോ പേര്: ഹരിനാരായണ ശിവസുബ്രഹ്മണ്യ ശ്രീരാമചന്ദ്രൻ. എങ്ങനുണ്ട്?